ഗൈസ്. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നോമ്പ് തുറക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നോമ്പ് തുറക്കാൻ പോവാണ്, അതും ബീച്ചിൽ നിന്നാണ്. അങ്ങനെ മിസ്സൊക്കെ ബ്ലോഗ് കുടുങ്ങി നേരം വൈകി വരികയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നോമ്പ് തുറയാണ്. അപ്പോൾ സൂഫി മന്തി എന്നാണ്, അവിടെ നിന്നാണ് നമ്മൾ ഇഫ്താർ ബോക്സ് വാങ്ങിയത്. പിന്നെ അറിയുമ്പോൾ ഇത് പേപ്പർ വാങ്ങാൻ പോയതാണ്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഇഫ്താർ ബോക്സിലുള്ളത്. പിന്നെ വാങ്ങി കൊടുത്തപ്പോൾ കാരക്ക തിന്നിട്ട് നമ്മൾ നോമ്പ് മുറിച്ചിരിക്കുന്നു. എനിക്ക് നോമ്പില്ല, അതല്ല എല്ലാവരും. ഇനി ഞങ്ങൾ അത് തിന്നുന്ന തിരക്കിലായിരുന്നു. പിന്നെ വെള്ളം കുടിച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടെ ആമീനും മാഹിനും വന്നിരുന്നേ. അപ്പം ഞാനിത് വീഡിയോ എടുത്ത് സ്ലോ മോഷനായിപ്പോയി. അപ്പം പിന്നെ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ഇടണം. പക്ഷേ പിന്നെ നമ്മൾ തിന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ വത്തക്കൊക്കെ തിന്നു. നിങ്ങൾ കണ്ടോ? അതൊക്കെ കണ്ടിട്ടുണ്ടായില്ലല്ലോ, ഞാൻ തിന്നല്ലോ. പിന്നെ മന്തി, ഓഫ്കോഴ്സ് അൽഫാം മന്തി ആയിരുന്നു. പിന്നെ നമുക്ക് മയോണൈസും കൂട്ടി ഇങ്ങനെ കുഴച്ച് തിന്നാം. അതിന് മുന്നേ ചിക്കൻ്റെ പീസ് ഒന്നും കിട്ടണ്ടേ. എന്താ ആട്ടാ കിട്ടിയിരിക്കുന്നു തിന്നിക്കുന്നു. പിന്നെ മയോണൈസൊക്കെ കൂട്ടി തിന്നു. പിന്നെ ഒരു ഇരുണ്ടൊക്കെ ആവാൻ നേരത്താണ് ഓരോരോ മണല് കണ്ടുപിടിച്ചു. അതുകൊണ്ട് നോക്കി പിന്നെ മിസ്സിൻ്റെ മോൻ്റെ ഗണ്ണാണ്. അത് വെച്ച് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം സാറിനെ വെടിവെക്കുന്നതാണ് ഇന്നത്തെ പരിപാടി. ഷാലിബ് പേടിച്ച് വയ്ക്കാം നായോടിയിട്ട്. 3 നായ്ക്കളാണ് ഷാലിബിന്റെ ബാക്കോടിയത്. ഒരു കൂട്ടം നായ്ക്കൾ വരും ചെയ്യും. ഒരു നായി പിന്നെ ഒരു കൂട്ടം നായ്ക്കൾ നേരെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ അയ്യോ വീണതല്ല, പ്രണമിച്ചതാ. എങ്ങനെയുണ്ടായിരുന്നു നമ്മള് ഇഫ്താർ? ഇന്നത്തെ ഇഫ്താർ നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ 24 ബാച്ച് സ്റ്റുഡൻസ് നമ്മൾ ആദ്യം വീട്ടിൽ വെച്ച് നടത്താൻ വിചാരിച്ചു. പിന്നെ നമ്മളത് ബീച്ചിലേക്കാക്കി. അങ്ങനെ നമ്മളെല്ലാവരും ഒത്തുകൂടി അടിപൊളിയായിരുന്നു. പക്ഷെ ചെറിയൊരു സീൻ ഉണ്ടായത് എന്താ വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത 3 നായ്ക്കള്. അപ്പൊ ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് ആയാലോ?